ഹലോ നമസ്കാരം. ഇന്ന് ഒരു പുതിയൊരു സ്ഥലം കാണിക്കാനാണ് പോകുന്നത്, സൺഡേ മാർക്കറ്റ്. ഇപ്പോഴുള്ളത് ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് പോകുന്ന റൂട്ടും കാണിച്ചു തരാം, എങ്ങനെയാണ് സൺഡേ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ബാംഗ്ലൂർ വരുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച വന്നു കഴിഞ്ഞാലാണ് സൺഡേ മാർക്കറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, കാണാൻ പറ്റും. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ ആണ് ഇപ്പോഴുള്ളത്. ഇവിടെ ട്രെയിൻ ഇറങ്ങിയതാണ് മൈസൂരിൽ നിന്ന്. ഇവിടുന്ന് ഇനി നെക്സ്റ്റ് ജസ്റ്റ് വാക്കിംഗ് പോവാം. അത്ര ദൂരമേ ഉള്ളൂ, ഒരു 10-15 മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സൺഡേ മാർക്കറ്റിലെ സ്ഥലത്തെത്തും. ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയാണ് ഹൽദിറാമിൻ്റെ. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഭയങ്കര ഫേമസ് സ്നാക്സ് ഉണ്ടാക്കുന്നൊരു കമ്പനി. അവരെ ഒരു ട്രെയിനിൻ്റെ സ്റ്റൈലാണ് ഇത്, ഫുള്ള് ട്രെയിൻ പോലെ ഉണ്ടാക്കിയത്. റെയിൽവേ സ്റ്റേഷൻ എൻട്രി ചെയ്തിട്ട് സബ്വേ, ഈ സബ്വേയിൽ ഇറങ്ങണം. സബ്വേയിൽ ഇറങ്ങി ക്രോസ് ചെയ്തിട്ട് പിന്നെ അപ്പുറത്തേക്ക് പോകേണ്ടത്. ഇതാണ് സബ്വേ, അണ്ടർഗ്രൗണ്ട് സബ്വേ. ഒരു മാർക്കറ്റ് പോലെയാണുള്ളത്. എല്ലാം വില കുറഞ്ഞ പൈസക്കാണ് പൊതുവെ ഇവിടെ ഉണ്ടാവുക. ഇത് പിന്നെ സ്ഥിരം മാർക്കറ്റാണ്, വലിയൊരു സ്ട്രീറ്റ് പോലെ തന്നെയാണ്. എനി ടൈം മാർക്കറ്റാണിത്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. ഷൂസ്, പാൻറ്, ഷർട്ട്, മൊബൈൽസ്, കവേഴ്സ്. പക്ഷെ ഇപ്പോൾ പോകുന്ന സൺഡേ മാർക്കറ്റിൽ ഇതിലും വളരെ ചീപ്പാണ് ഉണ്ടാവുക. അത് സൺഡേകളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ കുറച്ചൊരു അറിവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം പരിചയമില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ. സബ്വേ പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഈ ബ്രിഡ്ജ് കയറണം. ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ പല ഭാഗത്തേക്കുള്ള എൻട്രിയാണ് ബാംഗ്ലൂരിൽ നിന്ന്. ബ്രിഡ്ജ് കയറി കഴിഞ്ഞാൽ കിട്ടുന്നത് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ മേലെ കൂടെയുള്ള ബ്രിഡ്ജാണ്. ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ മെട്രോ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കുള്ള വഴിയാണ്. BBC അയ്യങ്കാർ റോഡ്, അങ്ങനെ പല മാർക്കറ്റുകളുള്ള സ്ഥലമാണ്. SP റോഡ്. സബ്വേ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നതാണ് ഈ മാർക്കറ്റ്. ഇതും വീണ്ടും ഒരു അണ്ടർഗ്രൗണ്ട് മാർക്കറ്റായത്. പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് മാർക്കറ്റിൽ നിന്ന് സൺഡേ ആയതുകൊണ്ട് കൂടുതൽ തിരക്കുണ്ടാവും. ഈ റോഡിലെ സ്പെഷ്യാലിറ്റിയാണ് ഇത്തരം ലൈറ്റുകൾ. ഒരുപാട് ഹോൾസെയിൽ മാർക്കറ്റ് അതിൻ്റെ ഈ സൈഡ്, പിന്നെ ആ സൈഡ് ഫുള്ളി BVK അയ്യങ്കാർ റോഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഫുള്ളായിട്ട് ഇത്തരം ലൈറ്റിങ്സിൻ്റെ ഒക്കെ മെയിൻ സ്ഥലം, ഇലക്ട്രിക് ലൈറ്റിങ്. ഒരു പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് അതോടെ ഒന്ന് ഹോൾട്ടാക്കിയതാണ്. അച്ഛാ ഞങ്ങളിപ്പോൾ വാങ്ങിച്ചത് ഡ്രൈ പൂരിയാണ്. പിന്നെ അത് പാനിപൂരി. ഞാൻ എക്സ്ട്രാ കുറച്ച് വെള്ളം വാങ്ങിച്ചതെന്ന് മാത്രമേ ഉള്ളൂ, കാരണം എനിക്ക് അതിനെ കാര്യം ഡീറ്റെയിൽ അറിയണ്ടായിരുന്നു. പാനിപൂരി, ഡ്രൈ പൂരി. അപ്പോൾ ഡ്രൈ പൂരിയാണ് ഫസ്റ്റ് തന്നത്. നമ്മളെ കൂടെ ഒരു സുഹൃത്തുണ്ട്, അപ്പം മൂപ്പര സജഷനാണ്.
ഇവിടുന്നാണ് സൺഡേ മാർക്കറ്റ് ആക്ച്വലി തുടങ്ങുന്നത്. BVK അയ്യങ്കാർ റോഡിന് വന്നതിന് ശേഷം സുൽത്താൻപേട്ട് റോഡാണ് ഈ കാണുന്നത്. സുൽത്താൻപേട്ട് റോഡ് ജസ്റ്റ് ഇവിടുന്നാണ് ഫുള്ള് ജനങ്ങളെ റഷ് കാണാം. ഓൺലി സൺഡേയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ റഷ്. അപ്പോൾ ഇത് ಎಷ್ಟು കിतना റേറ്റ്? 100. ഏതെടുത്താലും 100 രൂപ. ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ കാണുന്നത്. ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ഇവിടെ. ഇതിൻ്റെ ചെറിയൊരു ഭാഗത്ത് മാത്രമല്ല, ഇനി ഒരുപാട് ഏരിയകളുണ്ട് പോകാൻ. ഓരോ ഐറ്റംസ് ഓരോ ഏരിയയിലുള്ളത്. ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാൻ ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ നടക്കാൻ വരെ സ്ഥലമില്ല, അത്രക്കും റഷാണ് ഇവിടെ. ഇത് കാണാൻ പറ്റും സ്ഥിതി, ഭയങ്കര തിരക്കാണ്. ജനങ്ങൾക്ക് നടക്കാൻ വരെ ഉള്ള സ്ഥലമില്ല ഇവിടെ. भैया ये कितना? 120 का 3. कितना? 5 3 पीस है. 3 पीस 120. हाँ 120 रुपये 3 പീസാണ് ഷർട്ട്. പഴയ CD ആണ് അവിടെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൻ്റെ ഇവിടെ ഒന്ന് കണ്ട് അതാ പക്ഷികൾ. ഇത് ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഐറ്റംസ് എല്ലാം പകുതി വിലക്ക്. ഷോക്സ് 4 100, അത് 4 100. एक को 60 है. ये ब्रांडेड आइटम्स ആണ്. ഓരോ സ്ട്രീറ്റിലേക്ക് പോകുന്തോറും റഷ് കൂടി വരികയാണ്. പലതരം വെറൈറ്റി ഐറ്റംസ് ആണ്. ഇനിയും കുറേ സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട്. ടൈം അനുസരിച്ചിട്ട് എല്ലായിടത്തും കയറണം. ഒരിക്കലും ഒന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ശരിക്കും. നമ്മളെ കോഴിക്കോട് മാർക്കറ്റ് ഉണ്ട്, പലയിടത്തും മാർക്കറ്റ് ഉണ്ട്. പക്ഷെ അത് ഒരുപാട് വൈഡ് ഏരിയയിലാണ്. ഒരുപാട് ഏരിയയിൽ ഇങ്ങനെ കിടക്കുകയാണ് സംഭവം. ഒരുപാട് പഴയ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഫുള്ളായിട്ടുള്ളത്. ഷൂസ്, പഴയ ഉപകരണങ്ങൾ. നമ്മളെ കോഴിക്കോടിലെ ഇതിൻ്റെ ചെറിയൊരു രൂപമാണ്. ഉപകരണം അതൊക്കെ ഇലക്ട്രിക് ഉപകരണങ്ങളാണ് ഈ സൈഡിൽ കാണുന്നത്. ഫുള്ള് ഓൾഡ് സാധനങ്ങളാണ്, പലതരം പാർട്സുകൾ. കുറേ എണ്ണമൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഒരു പഴയ ബാഗ് ഉണ്ടോ, ക്യാമറ ബാഗാന്ന് തോന്നുന്നു. ട്രൈപോഡൊക്കെ ഉണ്ട്. പഴയ കോപ്പറിൻ്റെ ഐറ്റംസാണ്. ഓക്കെ അത് ചെറുത് ഡമ്പല് 1000 രൂപ. ഇതാ
ആ സോന 1500 റുപ്യാണ് ഇതിന്. എല്ലാ ഐറ്റംസും അവൈലബിൾ അവിടെ. ഇതൊക്കെ വീട്ടിലെ ഐറ്റംസാണ്. ഇത് സുൽത്താൻപേട്ട് എന്ന് പറയുന്ന ഏരിയ. ടൂൾസ് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. ചങ്ങല ഇല്ലാത്തതൊന്നുമില്ല ഇവിടെ. സ്ട്രീറ്റിലേക്ക് കയറി കഴിഞ്ഞാലാണ് ഷൂസുകൾ മാത്രമേ അവൈലബിൾ. ഷൂസ് മാത്രം. ഷൂസിൻ്റെ ഫുള്ള് ബ്രാൻഡഡ് ഷൂസ് ചെറിയ വിലക്ക് കിട്ടുന്ന സ്ഥലം. ഇത് വേറെ സ്ട്രീറ്റ് ഇതിന് മാത്രമല്ല, ഡെഡിക്കേറ്റഡ് ഏരിയ. സൺഡേ മാർക്കറ്റ് ഇവിടുത്തെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. പല ഭാഗത്തേക്കായിട്ട് സ്പ്രെഡായി നിൽക്കുകയാണ്. ഓരോ വിഭാഗങ്ങളായിട്ടുള്ളത്. ഷൂസ് വേറെ, ഇരുമ്പുകളുടെ ഐറ്റംസ് വേറെ, ഇലക്ട്രിക്കൽ വേറെ, പ്ലംബിങ് ഐറ്റംസ് വേറെ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, ജനം ഭയങ്കര റഷാണ് ഇവിടെ. ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ ഫുള്ള് സ്ട്രീറ്റ് സൺഡേ മാർക്കറ്റ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം ഞായറാഴ്ചകളിൽ ഇതിന് മാത്രമായിട്ട് ഇവർ മറ്റ് ഷോപ്പുകളൊക്കെ അടവായിരിക്കും. മെയിനുള്ള ഷോപ്പുകളൊക്കെ അടവാണ്. അപ്പോൾ എന്തായാലും മാക്സിമം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ സ്ട്രീറ്റിലും എത്തിപ്പെടില്ല. ഒരുപാട് ഗല്ലികളിലേക്ക് പോകാനുണ്ട്. പക്ഷെ അതിപ്പം അസാധ്യമാണ്. കാരണം ഒരുപാട് നടക്കാനുണ്ടാവും, കിലോമീറ്ററുകൾ. എന്തായാലും മാക്സിമം എത്ര പോകാൻ പറ്റുന്ന അത്രയും കാണിക്കാം. ഓക്കെ. भैया इसमें जीन्स टाइप है, जीन्स टाइप किधर है? ब्लैक में ग्रे में ये कैसा है हमारे लिए? रेट 300 और को थोड़ा कम करो. एग्जैक्ट 34 है ना ये? फ्रोजन का पैंट 300 है. जिसके पास भी आता है ब्रांडेड वाली पूरा. इजी भाई. ओके, शुक्रिया. സോംപാപ്പൊടി എന്ന് പറയുന്നത് പഞ്ചമിഠായി. അപ്പോൾ ഏകദേശം മാക്സിമം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇത് മുഴുവനായിട്ട് നടന്ന് തീരൂല. കാരണം അത്രക്കും സ്ട്രീറ്റുകൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരുപാട് സ്ട്രീറ്റുകളായിട്ട് പല വിഭാഗങ്ങളായിട്ട് മെറ്റീരിയൽസ് ഇങ്ങനെ കിടക്കുകയാണ്. ഷോക്സ് വേറെ, ഇലക്ട്രോണിക്സ് വേറെ, ഷൂസ് വേറെ, പിന്നെ പഴയ ഐറ്റംസ് വേറെ. അപ്പം മാക്സിമം കാണിച്ചിട്ടുണ്ട്. ഇവിടെ സൺഡേ മാർക്കറ്റ് അവസാനിക്കുകയാണ്. ഇനിയുള്ളതൊക്കെ കാണുന്നതൊക്കെ നോർമൽ സാധാ ഷോപ്പിംഗ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സപ്പോർട്ട് വേണം. അടുത്ത വീഡിയോ വരെ ബൈ ബൈ. ടേക്ക് കെയർ. ബൈ ബൈ.